Hi students. ബിസിനസ് റെഗുലേഷൻ സബ്ജക്റ്റിലെ ചാപ്റ്റർ 1 ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിലെ മറ്റൊരു അധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ്. ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റിൻ്റെ അകത്ത് ഒരു ലോഫുൾ ഒബ്ജക്റ്റ് ഉണ്ടായാൽ മാത്രമാണ് അതൊരു കോൺട്രാക്റ്റായി പരിഗണിക്കുകയുള്ളൂ എന്ന് നമ്മൾ സെക്ഷൻ 10 ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ലോഫുൾ ഒബ്ജക്റ്റ് എന്താണ് എന്നും എങ്ങനെയൊക്കെയാണ് ഒരു ഒബ്ജക്റ്റ് അൺലോഫുൾ ആകപ്പെടുന്നതെന്നും ഈ ചാപ്റ്ററിലാണ് പറയുന്നത്. എന്താണ് ഒബ്ജക്റ്റ്? അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റിൻ്റെ പർപ്പസ് ആണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് ആ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ സാരമാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിളിലൂടെ അത് നോക്കാം. എ മെയ്ഡ് എൻ എഗ്രിമെന്റ് വിത്ത് ബി ടു ബൈ ഹിസ് കാർ ഫോർ 1000 rupees. ഈ എക്സാമ്പിളിൽ എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിയുടെ കാറ് വാങ്ങാനായി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി 1000 രൂപയ്ക്ക്. ഈ എഗ്രിമെന്റിൽ കാർ എന്ന് പറയുന്ന ആ കാര്യമാണ് ഈ എഗ്രിമെന്റിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആ കാർ വാങ്ങാൻ വേണ്ടിയാണ് എ എഗ്രിമെന്റ് ഉണ്ടാക്കിയതും അതുകൊണ്ട് തന്നെ ഈ എഗ്രിമെന്റിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കാറാണ്. ഈ എഗ്രിമെന്റിന്റെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് 1000 rupees പിന്നെ എൻ്റെയും ബിയുടെയും സമ്മതമാണ്. ദ എക്സ്പ്രസ് കൺസിഡറേഷൻ ഓഫ് ദിസ് എഗ്രിമെന്റ് ഈസ് ₹1000. അതായത് എ വാങ്ങാമെന്നും ബി ആ വാങ്ങുന്നതിന് സമ്മതിക്കുന്നു എന്നുള്ള ആ കൺസിഡറേഷന്റെ ബാഹ്യമായ രൂപം എന്ന് പറയുന്നത് 1000 rupees ആണ്. എയുടെയും ബിയുടെയും കൺസെന്റ് ആണ് ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാക്കിയ ലോഫുൾ കൺസിഡറേഷനിലൂടെ ആണ് ഒരു എഗ്രിമെന്റ് ഫോം ആവുന്നത്. ലോഫുൾ ഒബ്ജക്റ്റ് ഉള്ള ഒരു എഗ്രിമെന്റ് ഒരു കോൺട്രാക്റ്റ് ആവും. അതുകൊണ്ട് തന്നെ ലോഫുൾ അല്ലാത്ത ഒരു ഒബ്ജക്റ്റ് ഉള്ള ഒരു കോൺട്രാക്റ്റോ ഒരു എഗ്രിമെന്റോ അൺലോഫുൾ ആയി പ്രഖ്യാപിക്കപ്പെടുന്നതായിരിക്കും. ഒരു കോൺട്രാക്റ്റിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. ഒബ്ജക്റ്റ് ഇല്ലാതെ ഒരു കോൺട്രാക്റ്റോ എഗ്രിമെന്റോ കംപ്ലീറ്റ് ആവുകയില്ല. ഒരു ലോഫുൾ കൺസിഡറേഷൻ, അതായത് ഒരു എഗ്രിമെന്റ് സമ്മതിക്കാനുള്ള ആ സമ്മതം, പ്രപ്പോസ് ചെയ്യാനുള്ള ആ സമ്മതവും ആ ഫോഴ്സും ആ ഒബ്ജക്റ്റിൽ നിന്നാണ് പുറപ്പെടുന്നത്. മുകളിലെ എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. എ ബിയോട് എഗ്രിമെന്റ് ചെയ്യാൻ കാരണം ബിയുടെ കാറ് കാരണമാണ്. അവിടെ ആ കാർ എന്ന് പറയുന്ന ആ ഉൽപ്പന്നം അവിടെ ഇല്ലെങ്കിൽ എ ബിയുമായി ഒരു എഗ്രിമെന്റ് തേടുകയില്ല. ഇങ്ങനൊരു എഗ്രിമെന്റ് അവിടെ ഫോം ആവുകയില്ല. അതുകൊണ്ടാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ കാരണം. ഇനി ഒബ്ജക്റ്റ് എവിടെയാണ് സെക്ഷൻ 10 വരുന്നത് എന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 10 ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എന്ന് പറയുന്നത് കോൺട്രാക്റ്റിന്റെ ഡെഫിനിഷനാണ്. ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ മാനദണ്ഡങ്ങൾ, എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണമെന്നാണ് സെക്ഷൻ 10 പറയുന്നത്. സെക്ഷൻ 10 പ്രകാരം all agreements are contract
if they are made by the free consent of the parties competent to contract for a lawful consideration and with a lawful object, and are not here explicitly declared to be void. ഈ ഒരു പാർട്ടില്, ഈ ഒരു ഡെഫിനിഷനിൽ ലോഫുൾ കൺസിഡറേഷൻ വിത്ത് എ ലോഫുൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ആ ഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. ഒരു ലോഫുൾ കൺസിഡറേഷൻ തിരിച്ചറിയണമെങ്കിൽ ആദ്യം തിരിച്ചറിയേണ്ടത് കൺസിഡറേഷനാണ്. എന്താണ് കൺസിഡറേഷൻ? സെക്ഷൻ 2 ക്ലോസ് ഡി പ്രകാരമാണ് കൺസിഡറേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. At the desire of the promiser, promisee or any other person has done or abstained from doing, does or abstain from doing, promised to do or abstain from doing something, such act, abstinence, promise is called consideration. കൺസിഡറേഷൻ്റെ ഡെഫിനിഷൻ ഓൾറെഡി ഞാൻ പല ക്ലാസ്സുകളിലും റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. കൺസിഡറേഷനെ പറ്റി തന്നെ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ദയവേത് കാണുക. ഇപ്പം കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഒരു തീരുമാനമാണ്. ആരുടെ തീരുമാനം? പ്രോമിസറിൻ്റെയോ പ്രോമിസിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളുടെയോ, അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റേതെങ്കിലും വ്യക്തികളോ, പാസ്റ്റോ പ്രസൻറ്റോ ഫ്യൂച്ചറിലോ നടക്കുന്ന ഒരു ഉറപ്പ്, ഒരു സമ്മതം. എന്തിനു വേണ്ടി? എന്തിനുള്ള സമ്മതം? എന്തെങ്കിലും പ്രവർത്തിക്കാനോ എന്തെങ്കിലും നിരസിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉറപ്പ് കൊടുക്കുന്ന കാര്യത്തിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഈ കൺസിഡറേഷൻ എന്ന് പറയുന്ന ഈ ഭാഗം കുറച്ചും കൂടി വൈഡായിട്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറയുന്നത് സെക്ഷൻ 23 പ്രകാരമാണ്. സെക്ഷൻ 23ൽ തന്നെയാണ് ഒബ്ജക്റ്റിനെയും കൺസിഡറേഷനെയും, എഗ്രിമെന്റിൽ വേണ്ട ഒബ്ജക്റ്റിനെയും കൺസിഡറേഷനെയും ലോഫുൾ ആയിരിക്കണമെന്ന് പറയപ്പെടുന്നു. അപ്പോൾ സാധാരണയായി ഒരു സംശയം വരുന്നത്, ലോഫുൾ കൺസിഡറേഷൻ എന്ന പോലെ അൺലോഫുൾ കൺസിഡറേഷൻ ഉണ്ടോ എന്ന് സാധാരണയായി എല്ലാവർക്കും ഒരു ഡൗട്ട്സ് വരാറുള്ളതാണ്. അതെ, അങ്ങനൊരു ഡെഫിനിഷനും കൂടിയുണ്ട്. അൺലോഫുൾ കൺസിഡറേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട കൺസിഡറേഷനുകളുണ്ട്. എന്താണ് അൺലോഫുൾ കൺസിഡറേഷൻ? അൺലോഫുൾ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു എഗ്രിമെന്റ് ഫോം ആവുകയില്ല. അങ്ങനെയുള്ള എഗ്രിമെന്റിൽ ഒരു കോൺട്രാക്ട് ഫോം ആവുകയില്ല. എഗ്രിമെന്റ് ഫോം ആവുകയില്ല എന്നല്ലായിരുന്നു, ഇല്ലീഗൽ എഗ്രിമെന്റ് ആവുകയാണ് ചെയ്യപ്പെടുന്നത്. ലീഗലായ എഗ്രിമെന്റ് ഫോം ആവുകയില്ല, ഇല്ലീഗലായ എഗ്രിമെന്റ് ആണ് ഫോം ആവുന്നത്. ഒരു അൺലോഫുൾ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ അവിടെ ലീഗലായ എഗ്രിമെന്റ് അല്ല പോകുന്നത്, ഇല്ലീഗലായ എഗ്രിമെന്റ് ആണ് അവിടെ ഫോം ആവുന്നത്. ഒരു അൺലോഫുൾ കൺസിഡറേഷനുള്ള എഗ്രിമെന്റിൽ ഒരിക്കലും ലീഗലായ എഗ്രിമെന്റ് ഉണ്ടാവുകയില്ല. എപ്പോഴൊക്കെയാണ് ഒരു കൺസിഡറേഷനും ഒബ്ജക്റ്റും അൺലോഫുൾ ആവുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ആദ്യത്തേത്, ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ. ഫോർബിഡൻ എന്ന് പറയുന്നത് നിരോധിക്കപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം. നിയമപരമായി നിരോധിക്കപ്പെട്ട ഏതെങ്കിലും പ്രവൃത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളോ കോൺട്രാക്ട് എഗ്രിമെന്റ് വഴി ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നത് അൺലോഫുൾ കൺസിഡറേഷനെയും അൺലോഫുൾ ഒബ്ജക്റ്റിനെയും സൃഷ്ടിക്കുന്നു. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന വ്യക്തി ബിക്ക് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. എക്ക് എതിരെ കൊടുത്തിരിക്കുന്ന ഒരു കേസ് ബി അവസാനിപ്പിക്കണമെന്നും അങ്ങനെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ എ 1000 രൂപ കൊടുക്കാമെന്നും. ഈ എഗ്രിമെന്റിന്റെ പുറത്ത് ബി കേസ് പിൻവലിക്കുന്നു. പക്ഷെ എ എന്ന് പറയുന്ന വ്യക്തി ആ അഗ്രിമെന്റ് പാലിക്കുന്നില്ല. ബി സ്വാഭാവികമായ കോടതിയിൽ
ഈ എഗ്രിമെന്റ് എൻഫോഴ്സ് ചെയ്യാൻ നോക്കി. പക്ഷേ എക്കെതിരെ കോടതിയിൽ എഗ്രിമെന്റ് എൻഫോഴ്സ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം അവിടെ ഒരു ഇല്ലീഗലായ ഒരു ആക്ട് കൊണ്ടാണ് ആ എഗ്രിമെന്റ് ഉണ്ടായിരിക്കുന്നത്. അതായത് അവിടെ ഒരു അൺലോഫുൾ ഒബ്ജക്റ്റും അൺലോഫുൾ കൺസിഡറേഷനുമാണ് വന്നിരിക്കുന്നത്. അടുത്തത്, ഇഫ് ഇറ്റ് ഈസ് ഡിഫീറ്റ്സ് എനി പ്രൊവിഷൻ ഓഫ് ലോ. അതായത് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ ഏതെങ്കിലും നിയമങ്ങളെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമത്തെ ബദലായി കടക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്നതും ഒരു അൺലോഫുൾ കൺസിഡറേഷൻ അല്ലെങ്കിൽ അൺലോഫുൾ ഒബ്ജക്റ്റിലേക്ക് മാറും. അതായത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരമല്ലാത്ത, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺട്രാക്ടോ ആക്ടിലെ നിയമങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യൻ നിയമങ്ങളെ ബ്രീച്ച് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന എഗ്രിമെന്റ്സും ഈ ഗണത്തിൽ പെടും. മറ്റു നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആവാം, കേരള രജിസ്ട്രേഷൻ ആക്ട് ആവാം, ഇന്ത്യൻ പീനൽ കോഡ് ആവാം. അങ്ങനെ ഏത് നിയമത്തെയും, അത് ഇന്ന കോൺട്രാക്റ്റിൽ മാത്രമല്ല, മറ്റ് ഇന്ത്യയിൽ നടക്കുന്ന ഏത് നിയമത്തെയും ബ്രീച്ച് ചെയ്യാൻ ശ്രമിക്കുന്ന കോൺട്രാക്ട്സുകൾ ആൻഡ് എഗ്രിമെന്റ്സ് will be void because of unlawful consideration and an unlawful object. മറ്റൊരു കാര്യം പറയാനുള്ളത് ഫ്രോഡുലന്റ് ആയ ട്രാൻസ്ഫർ. ഫ്രോഡ് എന്ന് പറയുന്നത് ഓൾറെഡി ഇന്ത്യൻ കോൺട്രാക്ട് പ്രകാരം നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പൊ അതിലൂടെ ഉണ്ടാവുന്ന കരാറുകൾ അൺലോഫുൾ കൺസിഡറേഷനും അൺലോഫുൾ ഒബ്ജക്റ്റായി മാറുകയാണ്. ഇഫ് ഇറ്റ് ഇൻവോൾവ്സ് ഇംപ്ലൈസ് ഓർ ഇഞ്ചുറി ടു എ പേഴ്സൺ ഓർ പ്രോപ്പർട്ടി, ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനോ നാശം വിതയ്ക്കുന്ന അല്ലെങ്കിൽ നാശത്തിലേക്ക് നയിക്കുന്ന ഏതൊരു എഗ്രിമെന്റും കോൺട്രാക്റ്റും അൺലോഫുൾ ആണ്. If the court regarded as immoral or opposed to public policy, കോടതി ഇമ്മോറലായി പ്രഖ്യാപിക്കുന്നതും പബ്ലിക് പോളിസിക്ക് എതിരായി നിൽക്കുന്നതുമായ കോൺട്രാക്റ്റുകളും അൺലോഫുൾ ഒബ്ജക്റ്റും അൺലോഫുൾ ആയിരിക്കും. ഇത്രയും 5 കാര്യമാണ് പ്രധാനമായും ഒരു കൺസിഡറേഷനെയും ഒബ്ജക്റ്റിനെയും അൺലോഫുൾ ആക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് വോയിഡ് എഗ്രിമെന്റ്. നമ്മുടെ കോൺട്രാക്ട് ആക്ടിൽ 3 ടേമുകളാണ് എഗ്രിമെന്റുകൾ ഉപയോഗിക്കുന്നത്. ഒന്ന് വാലിഡ് എഗ്രിമെന്റ്, വോയിഡ് എഗ്രിമെന്റ്, വോയിഡബിൾ എഗ്രിമെന്റ്. വാലിഡ് എഗ്രിമെന്റിനെ പറ്റി ഓൾറെഡി ഒരു ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്തതായി വോയിഡ് എഗ്രിമെന്റ് എന്നാണ്. വോയിഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് നോ ലീഗൽ ആക്ഷൻ, നോ ലീഗൽ വാല്യൂ, അതായത് നിരോധിക്കപ്പെട്ട കരാറുകൾ എന്നാണ് അതിന്റെ മലയാള അർത്ഥം. നിയമപരമായി പ്രാബല്യത്തിൽ വരാത്ത കരാറുകളെ വോയിഡ് എഗ്രിമെന്റ് എന്നുള്ള ക്ലാസിഫിക്കേഷനിൽ വരുത്തും. നിയമപരമായി പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കുകയില്ല അങ്ങനത്തെയുള്ള എഗ്രിമെന്റുകൾ. കാരണം എന്തെങ്കിലും തരത്തിലുള്ള ഒന്നല്ലെങ്കിൽ പാർട്ടീസോ അല്ലെങ്കിൽ അതിൻ്റെ കൺസെന്റിലോ കൺസിഡറേഷനിലോ അല്ലെങ്കിൽ ലോഫുള്ളായ ഒബ്ജക്റ്റിലോ എവിടെയെങ്കിലും ഒരു വ്യതിയാനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമത്തെ ബ്രീച്ച് ചെയ്യുന്നതോ ആവുന്ന എഗ്രിമെന്റുകളെല്ലാം വോയിഡ് ആണ്. വോയിഡ് എഗ്രിമെന്റിൽ ഒരു ലീഗൽ ആക്ഷനോ ലീഗൽ വാല്യൂയോ കൊണ്ടുവരാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ വോയിഡ് എഗ്രിമെന്റിൽ ഒരു ലീഗൽ എഫക്റ്റ് ഉണ്ടാവുന്നതല്ല. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നിയമത്തിലെയോ മറ്റേത് നിയമങ്ങളിലെയോ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ ഭേദിക്കുകയാണെങ്കിൽ, വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ ആ എഗ്രിമെന്റ് വോയിഡ് ആവുകയാണ് ചെയ്യുന്നത്.
ഈ വോയിഡ് അഗ്രിമെന്റ് 2 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അൺലോഫുൾ അഗ്രിമെന്റ്, ഇല്ലീഗൽ അഗ്രിമെന്റ്. രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. എന്നാൽ രണ്ടിനും പർപ്പസ് അല്ലെങ്കിൽ അതിൻ്റെ മീനിങ്ങിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അൺലോഫുൾ അഗ്രിമെന്റ്, ഇല്ലീഗലായ അഗ്രിമെന്റ് അൺലോഫുൾ അഗ്രിമെന്റ് ആവും. അൺലോഫുൾ അഗ്രിമെന്റ് ആയത് അൺഎൻഫോഴ്സിബിൾ അഗ്രിമെന്റ് ആവും. അൺഎൻഫോഴ്സിബിൾ അഗ്രിമെന്റ് എന്ന് പറയുന്നത് ലീഗലായി ഇഫക്റ്റോ ആക്ഷനോ കൊണ്ടുവരാൻ പറ്റാത്തതാണ്. ഒന്നുകൂടിയും പറയാം, ഒരു ഇല്ലീഗൽ അഗ്രിമെന്റ് അൺലോഫുൾ അഗ്രിമെന്റ് ആവുകയും ആ അൺലോഫുൾ അഗ്രിമെന്റ് അൺഎൻഫോഴ്സിബിൾ അഗ്രിമെന്റ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ അൺഎൻഫോഴ്സിബിൾ അഗ്രിമെന്റ് എന്ന് പറയുന്നത് ലീഗലായി ഒരു എഫക്റ്റോ ആക്ഷനോ കൊണ്ടുവരാൻ സാധിക്കാത്തതാണ്. ഇതാണ് അൺലോഫുൾ അഗ്രിമെന്റിന്റെ ഏറ്റവും ചെറിയൊരു ഡെഫിനിഷൻ. An illegal agreement become an unlawful agreement. An unlawful agreement become an unenforceable agreement. And an unenforceable agreement has no legal effect and bring no action. നിയമം നിരോധിക്കപ്പെട്ട വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന എഗ്രിമെന്റ് അൺലോഫുൾ അഗ്രിമെന്റ് ആവുന്നു. അങ്ങനെയുള്ള അൺലോഫുൾ അഗ്രിമെന്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത എഗ്രിമെന്റുകളായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ എൻഫോഴ്സിബിൾ ചെയ്യാൻ പറ്റാത്ത എഗ്രിമെന്റിൽ ലീഗലായി ഒരു എൻഫോഴ്സ്മെന്റോ ആക്ഷനോ നടപ്പാകുകയില്ല എന്നാണ് ഇതിന്റെ സാരം. എല്ലാ അൺലോഫുൾ അഗ്രിമെന്റുകളും ഇല്ലീഗൽ അഗ്രിമെന്റ് ആണോ? അല്ല. എല്ലാ അഗ്രിമെന്റുകളും അൺലോഫുൾ അഗ്രിമെന്റിൽ കാറ്റഗറിയിൽ പെടുന്ന എല്ലാ അഗ്രിമെന്റുകളും ഇല്ലീഗൽ അഗ്രിമെന്റ് അല്ല. ചില അഗ്രിമെന്റുകൾ അൺലോഫുൾ അല്ലെങ്കിൽ അൺഎൻഫോഴ്സിബിൾ ആവുന്നതിന് ഒരു പ്രത്യേകമായ കാരണമുണ്ടാവും. അങ്ങനെയുള്ള കാരണങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. എവറി ഇല്ലീഗൽ അഗ്രിമെന്റ് ഈസ് എൻ അൺലോഫുൾ അഗ്രിമെന്റ്, ബട്ട് എവറി അൺലോഫുൾ അഗ്രിമെന്റ് ഈസ് നോട്ട് നെസസറിലി ഇല്ലീഗൽ. ഈ വാചകത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്: എല്ലാ ഇല്ലീഗൽ അഗ്രിമെന്റും അൺഎൻഫോഴ്സിബിൾ ആണ് അല്ലെങ്കിൽ അൺലോഫുൾ ആണ്. എന്നാൽ എല്ലാ അൺലോഫുൾ അഗ്രിമെന്റും ഒരിക്കലും ഒരു ഇല്ലീഗൽ ആകുന്നില്ല. ഇതിന്റെ പ്രധാനമായ കാരണം മിസ്റ്റേക്ക് ഓഫ് ലോ ഓർ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ കടന്നു പോകുമ്പോഴാണ്. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, എസ്പെഷ്യലി മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ എന്ന കാറ്റഗറിയിൽ പെടുന്ന എഗ്രിമെന്റുകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു നിയമം മറ്റൊരു രാജ്യത്ത് വാലിഡ് ആവുകയില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സെക്ഷൻ 2 ക്ലോസ് ഡിയില് പാസ്റ്റ് കൺസിഡറേഷൻ ഇന്ത്യയിൽ വാലിഡ് ആണെങ്കിലും മറ്റൊരു രാജ്യത്ത് പാസ്റ്റ് കൺസിഡറേഷൻ വോയിഡ് ആണ്. അപ്പോ ആ എഗ്രിമെന്റ് ഇന്ത്യയിൽ നിയമപരമായി പ്രാബല്യത്തിൽ വരുന്നതും എന്നാൽ മറ്റൊരു രാജ്യത്ത് അത് നിയമപരമായി പ്രാബല്യത്തിൽ വരാത്തതുമാണ്. In other words, that agreement which is formed will be valid in India, but it is void in other nations. അങ്ങനെയുള്ള എഗ്രിമെന്റുകളെയും നമ്മൾ അൺലോഫുൾ ഓർ അൺഎൻഫോഴ്സിബിൾ എഗ്രിമെന്റ് ആയിട്ട് പ്രഖ്യാപിക്കാറുണ്ട്. എന്നാൽ അതിനെ ഇല്ലീഗൽ എഗ്രിമെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. കാരണം ലീഗലായ കാര്യങ്ങൾ അതിലുണ്ട്. പ്രോമിസ്, പ്രപ്പോസൽ, ആക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ എന്നിവയുള്ള എല്ലാ നിയമപരമായ കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലുള്ള ഒരു നിയമം അല്ലെങ്കിൽ ഇന്ത്യയിൽ അംഗീകരിക്കുന്ന ഒരു നിയമം മറ്റൊരു രാജ്യത്ത് അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ള കാരണം കൊണ്ടാണ് അത് അൺഎൻഫോഴ്സിബിൾ ആവുന്നത് അല്ലെങ്കിൽ അൺലോഫുൾ ആവുന്നത് ആ രാജ്യത്തും മാത്രം. പക്ഷെ അത് ഇന്ത്യയിൽ നിയമപ്രാബല്യം വരുന്നതുമാണ്. അതുകൊണ്ടാണ് അതിന് അൺലോഫുൾ അഗ്രിമെന്റ്സ് എവറി അൺലോഫുൾ അഗ്രിമെന്റ്സ് നോട്ട് ഇല്ലീഗൽ അഗ്രിമെന്റ്സ് എന്ന് പറയാനുള്ള തിയറിയുടെ അനുയോജ്യമായ ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഇതാണ്. ഇഫക്ട്സ് ഓഫ് ഇല്ലീഗൽ അഗ്രിമെന്റ്സ്. ഇഫക്ട്സ് ഓഫ് ഇല്ലീഗൽ അഗ്രിമെന്റ്സിനെ പറ്റി പറയുന്നതിനേക്കാളും മുമ്പ് ആ തിയറിയിലോട്ട്
ചൂണ്ടിക്കാണിക്കുന്ന ഒരു മാക്സിംസിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഈ വിഷയത്തിന്റെ ഇൻട്രൊഡക്ഷൻ ലെവലിൽ ഞാൻ പറഞ്ഞിരുന്നു, ഓരോ നിയമം ഉണ്ടാക്കുന്നതും അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടും ലോസും മാക്സിംസും എല്ലാം കൂടി ചേർന്നതാണ് ഒരു നിയമം എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള ഒരു മാക്സിമാണ് ഇത്. എക്സ്ട്രൂപ്പി കോസ് നോൺ ഒറിറ്റോർ ആക്ഷ്യോ എന്നാണ് ആ മാക്സിം. ഇത് പറയുന്നത് ഇറ്റ് മീൻസ് നോ ആക്ഷൻ അറൈസ് ഫ്രം എ ബേസ് കോസ്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നോ ആക്ഷൻ അറൈസ് ഫ്രം എൻ ഇല്ലീഗൽ കോസ്. ഇല്ലീഗലായ ഒരു കോസിന്റെ പേരിൽ ഒരു ആക്ഷൻ വരികയില്ല എന്നുള്ളതാണ് ഈ മാക്സിമിന്റെ അർത്ഥം. ഇനി ഇഫക്റ്റ് ഓഫ് ഇല്ലീഗൽ എഗ്രിമെന്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനിയുള്ളത്. ഒരു ഇല്ലീഗൽ എഗ്രിമെന്റിൽ ഇല്ലീഗലായ പാർട്ടും ലീഗലായ പാർട്ടും സെപ്പറേറ്റഡ് ആവാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ എഗ്രിമെന്റിനെ മുഴുവനോടെ വോയിഡായി കോടതി പ്രഖ്യാപിക്കും. എന്നാൽ ഒരു ഇല്ലീഗൽ എഗ്രിമെന്റിലെ പാർട്ടും ഒരു എഗ്രിമെന്റിൽ ഇല്ലീഗൽ പാർട്ടും ലീഗൽ പാർട്ടും സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അതിലെ ലീഗൽ പാർട്ട് വാലിഡിറ്റി ആയി പ്രഖ്യാപിക്കുകയും അല്ലെങ്കിൽ കോടതി അത് എൻഫോഴ്സ് ചെയ്യുകയും ഇല്ലീഗൽ പാർട്ട് കോടതി റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇഫക്റ്റ് ഓഫ് ഇല്ലീഗൽ എഗ്രിമെന്റ്സിൽ ഏറ്റവും പ്രധാനമായി കോടതി കണക്കാക്കുന്ന ഒരു ഭാഗം. ഇത്രയുമാണ് കൺസിഡറേഷൻ ആൻഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ആ പോർഷൻസിൽ വരുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.